എന്നത് ഏതൊരു സമൂഹത്തിന്റെയും വികസനത്തിന് തടസ്സമുണ്ടാക്കുന്ന ഒരു സാമൂഹിക പ്രതിഭാസമാണ്. എന്നാൽ ഈ ദാരിദ്ര്യത്തിന്റെ ഏറ്റവും ഭീകരമായ രൂപമാണ് അതിദാരിദ്ര്യം എന്നത്. അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, ശുദ്ധജലം, പാർപ്പിടം എന്നിവ പോലും നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയാണിത്. ലോകബാങ്കിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരു വ്യക്തി ഒരു ദിവസം ഒരു നിശ്ചിത തുകയിൽ താഴെ മാത്രം വരുമാനം നേടുന്ന സാഹചര്യത്തെയാണ് അതിദാരിദ്ര്യമായി കണക്കാക്കുന്നത്. ഈ അവസ്ഥയിൽ നിന്നൊരു സമൂഹം പൂർണ്ണമായി മോചിതമാകുന്നതിനെയാണ് അതിദാരിദ്ര്യ വിമുക്തി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് കേവലം സാമ്പത്തിക നേട്ടം മാത്രമല്ല, മറിച്ച് മനുഷ്യന്റെ അന്തസ്സും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന ഒരു സാമൂഹിക വിപ്ലവം കൂടിയാണ്. അതിദാരിദ്ര്യം എന്നത് അന്താരാഷ്ട്ര തലത്തിൽ നിർവചിക്കപ്പെട്ട ഒരു മാനദണ്ഡമാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്നവരുടെ എണ്ണത്തെ മൊത്തം ജനസംഖ്യയുടെ ശതമാനമായി കണക്കാക്കുന്നതാണ് ദാരിദ്ര്യ അനുപാതം. എന്നാൽ അതിദാരിദ്ര്യം എന്നത് ഈ രേഖയുടെ ഏറ്റവും താഴെയുള്ള, അതായത് അടിസ്ഥാന ജീവൻ നിലനിർത്താൻ പോലും നിവൃത്തിയില്ലാത്തവരുടെ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് എന്തുകൊണ്ട് പ്രധാനമാകുന്നു? കാരണം മറ്റൊന്നുമല്ല, അതിദാരിദ്ര്യം നിലനിൽക്കുന്നത് പോഷകാഹാരക്കുറവ്, ഉയർന്ന ശിശുമരണ നിരക്ക്, രോഗങ്ങൾ, വിദ്യാഭ്യാസത്തിന്റെ അഭാവം, അവസര നഷ്ടം എന്നിവയിലേക്ക് നയിക്കുന്നുണ്ട്. ഒരു വ്യക്തി അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിതനാകുമ്പോൾ അയാൾക്ക് കേവലം ഭക്ഷണം മാത്രമല്ല ലഭിക്കുന്നത്, മറിച്ച് സ്വന്തം ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യവും ലഭിക്കുന്നുണ്ട്. ഇത് വ്യക്തിഗത വിമോചനത്തോടൊപ്പം രാജ്യത്തിന്റെ മാനവ വികസന സൂചികയിലും വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കുന്നത്. കേരളം എങ്ങനെ അതിദാരിദ്ര്യ വിമുക്തിയിൽ എത്തിച്ചേർന്നു? ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളം അതിദാരിദ്ര്യ വിമുക്തിയിൽ ഒരു മാതൃകയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങൾ ഇപ്പോഴും വലിയ തോതിലുള്ള ദാരിദ്ര്യത്തോട് പൊരുതുമ്പോൾ കേരളം ഈ അവസ്ഥയെ മിക്കവാറും പൂർണ്ണമായി മറികടക്കുന്നുവെന്ന് വിവിധ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. ഈ നേട്ടത്തിന് പിന്നിൽ ഒറ്റപ്പെട്ടൊരു കാരണമല്ല ഉള്ളത്, മറിച്ച് ദീർഘകാലമായി പിന്തുടരുന്ന സമഗ്രമായ സാമൂഹിക നയങ്ങളുടെ വലിയൊരു ശൃംഖലയുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഭൂവിനിയോഗത്തിലെ വിപ്ലവം. അതിദാരിദ്ര്യം കുറയ്ക്കുന്നതിൽ കേരളത്തിന്റെ ഭൂപരിഷ്കരണം വഹിച്ച പങ്ക് ചരിത്രപരമാണ്. 1969 1971 നടപ്പിലാക്കിയ ഈ പരിഷ്കാരങ്ങൾ ഭൂപരിധിയെ പരിമിതപ്പെടുത്തി കർഷകർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകുകയാണ് ഉണ്ടായത്. ഇത് ലക്ഷക്കണക്കിന് ഭൂരഹിതരായ ജനവിഭാഗങ്ങളെ, പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങളെ ഉൽപാദനക്ഷമതയുള്ളവരാക്കി മാറ്റാൻ സാധിച്ചു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിച്ചതോടെ അവർക്ക് സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെ ഒരടിസ്ഥാനമാണ് ലഭിച്ചത്. ഇത് തലമുറകളോളം കൈമാറിപ്പോകുന്ന ദാരിദ്ര്യത്തിന്റെ ചങ്ങല പൊട്ടിക്കാനാണ് സഹായിച്ചത്. രണ്ടാമതായി പരിശോധിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെയും ആരോഗ്യത്തിന്റെയും സാർവത്രിക വൽക്കരണം. കേരളത്തിന്റെ സാമൂഹിക വികസനത്തിന്റെ രണ്ടാം തൂണാണ് സാർവത്രിക വിദ്യാഭ്യാസവും മറ്റ് പൊതുജനാരോഗ്യ സംവിധാനവും. സൗജന്യവും ഉയർന്ന നിലവാരത്തിലുമുള്ള വിദ്യാഭ്യാസം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കിയത് തൊഴിൽ നേടാനുള്ള അവരുടെ സാധ്യതകളാണ് വർദ്ധിപ്പിച്ചത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, അടിസ്ഥാന വിദ്യാഭ്യാസം ലഭിച്ച ഒരു വ്യക്തിക്ക് സ്ഥിരമായി മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്ന തൊഴിലുകൾ നേടാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ സർക്കാർ നടത്തുന്ന വലിയ നിക്ഷേപം കാരണം ഒരു രോഗം വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കുടുംബവും പെട്ടെന്ന് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നില്ല. ചികിത്സാ ചെലവ് വളരെ കുറവായതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തിന്റെ ആഘാതം ലഘൂകരിക്കുകയാണ്. മൂന്നാമതായി പറയുകയാണെങ്കിൽ ശക്തമായ സാമൂഹിക സുരക്ഷാ വലയം. കേരളത്തിലെ ക്ഷേമരാഷ്ട്ര മാതൃക അതിദാരിദ്ര്യത്തെ തടഞ്ഞു നിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. പെൻഷനുകൾ, റേഷൻ സംവിധാനം, തൊഴിലുറപ്പ് പദ്ധതികൾ, സപ്ലൈകോ പോലുള്ള പൊതുവിതരണ സംവിധാനങ്ങൾ എന്നിവ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സ്ഥിരമായ ഒരു താങ്ങാണ് നൽകുന്നത്. വിശപ്പ് ഒരു പ്രശ്നമല്ലാതാകുമ്പോൾ അതിജീവനത്തിനായി ആളുകൾ അപകടകരമായ വഴികളോ ചൂഷണങ്ങളോ തേടേണ്ടി വരുന്നില്ല. നാലാമതായി പരിശോധിക്കുകയാണെങ്കിൽ ശക്തമായ സ്ത്രീ ശാക്തീകരണം. സ്ത്രീകളെ സാമ്പത്തിക കാര്യങ്ങൾ പങ്കാളികളാക്കുന്നതിലും കേരളം മുൻപന്തിയിലാണ്. കുടുംബശ്രീ മിഷൻ പോലുള്ള സംവിധാനങ്ങളിലൂടെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ സ്വയം തൊഴിൽ സംരംഭങ്ങളിലേക്കും സാമ്പത്തിക കാര്യങ്ങളിലേക്കും കടന്നു വന്നു. കുടുംബ വരുമാനത്തിൽ സ്ത്രീകളുടെ പങ്ക് വർദ്ധിക്കുമ്പോൾ അത് കുട്ടികളുടെ പോഷകാഹാരത്തിനും വിദ്യാഭ്യാസത്തിനും നേരിട്ട് ഗുണകരമാവുകയാണ്. ഇത് ദാരിദ്ര്യത്തിന്റെ പുനരുൽപാദനത്തെയാണ് തടയുന്നത്. ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനം ഈ നേട്ടത്തിലേക്ക് എത്തുമോ എന്നതും പരിശോധിക്കേണ്ടതാണ്. അതിദാരിദ്ര്യ വിമുക്തി എന്നത് ഒരു ദേശീയ ലക്ഷ്യമാണ്. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ദാരിദ്ര്യ അനുപാതത്തിൽ ഗണ്യമായ കുറവ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കേരളം കൈവരിച്ച പൂർണ്ണമായ വിമുക്തിയിലേക്ക് എത്താൻ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇപ്പോഴും വലിയ വെല്ലുവിളികളാണ് മുന്നിലുള്ളത്. തമിഴ്നാട് സാമൂഹിക വികസനത്തിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലും വലിയ നിക്ഷേപം നടത്തിയിട്ടുള്ളതിനാൽ
അവർ മികച്ച നേട്ടത്തിനായി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ താരതമ്യേന ചെറിയ ജനസംഖ്യയും ശക്തമായ സഹകരണ പ്രസ്ഥാനങ്ങളും മികച്ച ഭരണ നിർവഹണവും ഉള്ളതിനാൽ ഹിമാചൽ പ്രദേശും നല്ല നിലയിൽ മുന്നേറുന്നുണ്ട്. എന്നാൽ ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും അതിദാരിദ്ര്യം ഒരു വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. ഈ സംസ്ഥാനങ്ങൾക്ക് കേരളത്തിന്റെ മാതൃകയിൽ എത്തണമെങ്കിൽ ഭരണപരമായ കാര്യക്ഷമത ഉറപ്പാക്കുകയും ക്ഷേമ പദ്ധതികൾ അഴിമതിയില്ലാതെ അർഹരിലേക്ക് എത്തുകയും ചെയ്യേണ്ടതുണ്ട്. കൂടാതെ കേരളം ചെയ്തതുപോലെ വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിൽ വലിയ സാമൂഹിക നിക്ഷേപവും നടത്തണം. കാർഷിക വരുമാനം സ്ഥിരപ്പെടുത്തുന്നതിനുള്ള നയങ്ങളും അനിവാര്യമാണ്. കേരളം പ്രധാനമായും സാമൂഹിക നിക്ഷേപങ്ങൾ വഴിയാണ് ദാരിദ്ര്യം കുറച്ചത്. എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങൾ ഇപ്പോഴും സാമ്പത്തിക വളർച്ച മാത്രം ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതിദാരിദ്ര്യ വിമുക്തി എന്നത് ഒരു അവസാനിക്കുന്ന ലക്ഷ്യമല്ല, മറിച്ച് ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. സാമ്പത്തിക മാറ്റങ്ങൾക്കനുസരിച്ച് ദാരിദ്ര്യരേഖ മാറിക്കൊണ്ടിരിക്കും. അതിനാൽ തന്നെ ഈ നേട്ടം നിലനിർത്താൻ പുതിയ കാലഘട്ടത്തിലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. ഡിജിറ്റൽ സാക്ഷരതയും പുതിയ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിഞ്ഞത് കേരളത്തിന് അഭിമാനകരമാണ്. എന്നാൽ ഇത് മറ്റു പല സംസ്ഥാനങ്ങൾക്കുമുള്ള വെല്ലുവിളിയായി കണക്കാക്കണം. നമ്മൾ ചെയ്യുന്നത് പോലെ ചെയ്താൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുമെന്ന് പറയുന്നതിനു പകരം നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ഈ വിജയപാതകൾ അനുകരിച്ച് മുന്നോട്ട് പോകുക എന്നതാണ് പ്രധാനം. നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു സമ്പന്ന രാജ്യമായി മാറുന്നത്. ഒരു വിമോചന യാത്രയിൽ ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തിക്കൊപ്പം ഓരോ പൗരന്റെയും സാമൂഹിക ഉത്തരവാദിത്വവും പങ്കാളിത്തവും ഇനിയും ആവശ്യമാണ്.